ഇപ്പൊ നമ്മളൊരു ഫ്ലൂട്ടും ഒരു വയലിനും കൂടെ ഒരേ മ്യൂസിക് വായിച്ചാൽ അത് ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിന് ജുഗൽബന്ദ് എന്നാണ് പറയേണ്ടത്. വിവാഹ വേദികളിലൊക്കെ കണ്ടുവരുന്നതാണ് ഫ്യൂഷൻ. അതും വിവിധ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എന്താണ് വിഷൻ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട്? ശരിക്കും ആ ഫ്യൂഷൻ എന്നുള്ള പേര് തന്നെ അത് യോജിക്കുന്നില്ലെന്ന് ഞാൻ പറയും. കാരണം ഫ്യൂഷൻ എന്നാൽ ഡിഫറെന്റ് കൾച്ചർ ആൻഡ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മ്യൂസിക്കിന്റെ ഒരു ബ്ലെൻഡ് ആയിരിക്കണം ഫ്യൂഷൻ. ഇപ്പൊ നമ്മളൊരു ഫ്ലൂട്ടും ഒരു വയലിനും കൂടെ ഒരേ മ്യൂസിക് വായിച്ചാൽ അത് ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിന് ജുഗൽബന്ദ് എന്നാണ് പറയേണ്ടത്. ഫ്യൂഷൻ എന്ന് പേരിട്ടു എന്നുള്ള പേര് മാത്രമേ അതിനെപ്പറ്റി പറഞ്ഞുള്ളൂ. രീതികൾ എല്ലാം നല്ലത് തന്നെയാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങളാണ് ഇപ്പോൾ അത്. ഒരു ഉപജീവനം തന്നെയാണ്. അതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വായിക്കാൻ അവസരം ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ കുറെ കലാകാരന്മാർ ഉയർന്നു വരുന്നുണ്ട്. റിയൽ മ്യൂസിക് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മ്യൂസിക് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, കൺസിസ്റ്റൻസി കിട്ടുള്ളൂ നമുക്ക്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സിനിമാ ഗാനങ്ങൾ മാത്രം പഠിക്കുക, അത് മാത്രം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലൈഫ് എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല.